ക്യാമറയിലൂടെയുള്ള നോട്ടം ഇപ്പോൾ ആൺനോട്ടം മാത്രമാണെന്നും അവിടെ പെൺനോട്ടം വരണമെന്നും നമ്മുടെ മന്ത്രി ബിന്ദു മാഡം പറയുന്നുണ്ട്. അതുപോലെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, വിശ്വ ചലച്ചിത്ര വേദിയിൽ വിഹരിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അടൂരിനെ പറ്റി പറഞ്ഞതാ. മാഡം, നിങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വ ചലച്ചിത്ര വേദിയിൽ വിഹരിക്കുന്ന ഒരാൾ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ലോകം അംഗീകരിച്ച ചലച്ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നലെ ചില ചർച്ചകളിലൊക്കെ അവാർഡ് സിനിമ, ആരും കാണാത്ത സിനിമ, അല്ലെങ്കിൽ എത്ര പേര് അടൂരിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ നല്ല സിനിമയെ, മൗലികതയുള്ള സിനിമയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മാഡം അടൂരിന്റെ സിനിമകളുടെ ഓരോ ഫ്രെയിമും ഇപ്പോഴും ഉള്ളിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എത്ര ചലച്ചിത്ര സംവിധായകര് നമ്മൾക്കുണ്ട്. അടൂരിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന എത്ര പേർ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്നവരടക്കം നമ്മൾ നോക്കുക, എത്ര പേരുണ്ട് ആ തലത്തിലുള്ളത്. അടൂരിനെ പോലെ സിനിമ എടുക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുന്നവരും അദ്ദേഹത്തോട് അസൂയുള്ളവരും അതിന്റെ പേരിൽ അനിഷ്ടമുള്ളവരുമാണ് ഇപ്പോൾ വാസ്തവത്തില് കിട്ടിയ ഒരു പിടിവള്ളി ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർക്ക് പല കാരണങ്ങളാല് അടൂരിന്റെ ഈ പ്രസംഗത്തെ വിമർശിക്കേണ്ടി വരും, എതിർക്കേണ്ടി വരും. അതുപോലെ രാഷ്ട്രീയ ബന്ധനത്തിലുള്ളവരും അതിന് നിർബന്ധിതരാകും. കാരണം വീണ്ടും നാളെയും പദവികളൊക്കെ കിട്ടേണ്ടതാണ്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നീട് പറ്റുമെങ്കിൽ അതിനെ തല്ലിക്കൊല്ലുക. ആ മനോഭാവവുമായി നടക്കുന്നവരാണ് ഇപ്പോൾ അടൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. മോങ്ങാനിരുന്ന ചിലരുടെ തലയില് ഒരു തേങ്ങ വീണ് കിട്ടി. ആ അവസരം അവര് നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷേ അടൂരിനെ അറിയാവുന്നവര്, അടൂരിന്റെ സിനിമയെ അറിയാവുന്നവര്, അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളവര് ഇതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പദ്ധതി ഉപയോഗിച്ച് നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ കണ്ടിട്ട് വേണം വിമർശനം ഉന്നയിക്കാനെന്ന് മന്ത്രി ബിന്ദു മാഡവും അതുപോലെ ഈ പദ്ധതി അനുസരിച്ച് ഒരു സിനിമയെടുത്ത സംവിധായികയും പറയുന്നത് കേട്ടു. ഈ ചിത്രങ്ങളൊക്കെ ആളുകൾ കാണേണ്ടതാ. പക്ഷേ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് അന്വേഷണം വേണ്ടത്. അടൂരിനെ 10 ചീത്ത പറയുന്നിടത്ത് ഇത് എന്തുകൊണ്ടാണ് ഈ സിനിമകൾ ആളുകൾ കാണാത്തത്? കാണാനുള്ള സൗകര്യമുണ്ടോ? കാണാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പിലേക്ക് ഈ സിനിമകൾ എത്തുന്നുണ്ടോ? ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ? അതാണ് ചെയ്യേണ്ടത്. പിന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ ആളുകൾ തേടിച്ചെന്ന് കാണുകയും ചെയ്യും. പട്ടിക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇങ്ങനെ പണം കൊടുക്കുന്നത് അഴിമതിക്ക് കാരണമാകുമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാണ്. അതേസമയം ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണം എടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. ഞാനും പറഞ്ഞ ഈ ഏഷ്യാനെറ്റ് ക്ലിപ്പ് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അതൊന്ന് കേട്ടാൽ മതി, അതോടെ പ്രശ്നം തീരും, വിവാദങ്ങൾ ഇല്ലാതാവും, വിവാദ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും സഹായം നൽകുന്ന സ്കീമിൽ 1.5 കോടി രൂപ നൽകുന്നത് അധികമാണെന്നാണ്. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ അത് ഒരു വലിയ സംഖ്യയാണ്. അദ്ദേഹം ഇതുവരെ 2 കോടി രൂപയിൽ കൂടുതൽ ചെലവഴിച്ചൊരു സിനിമ എടുത്തിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ഈ 1.5 കോടി രൂപ 50 ലക്ഷം രൂപയാക്കി 3 പേർക്ക് കൊടുത്താൽ 3 പേർക്ക് അവസരം ലഭിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ 1.5 കോടി കൊടുക്കുമ്പോൾ ഒരു അധിക സംഖ്യ നൽകുമ്പോൾ അവിടെ അഴിമതിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അല്ലാതെ ഈ പണം കിട്ടിയൊരു അഴിമതി കാണിക്കുമെന്നോ പണം എടുത്തുകൊണ്ട് ഓടുമോ എന്നൊന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. ഈ 50 ലക്ഷം രൂപ കൊണ്ടൊരു സിനിമ എടുക്കാമെന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ, ഇവിടെ അടൂർ വിരോധികൾ പറയുന്ന ഒരു കുറ്റം, അതിനാസ്പദമായിട്ട് എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്? അതാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിനെതിരായിട്ടെ പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: പട്ടിക വിഭാഗക്കാരെ പൊതുവായി കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി പ്രസ്താവനയിലൂടെ അടൂർ ചിത്രീകരിക്കുകയാണ്. അതാണ് 1-ാം നമ്പർ ആരോപണം. രണ്ടാമത്, സർക്കാർ പദ്ധതികളിലെ പണം എടുത്തുകൊണ്ടു പോകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവം മറ്റുള്ളവരുടെ മനസ്സിൽ ഈ വിഭാഗത്തോട് അനിഷ്ടമുണ്ടാക്കാൻ പോകുന്നതാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കണം, ഇത് പൊതു ഫണ്ട് ആണ് എന്ന പ്രസംഗഭാഗം
പട്ടിക വിഭാഗങ്ങളെ അറിവില്ലാത്തവരും ഉത്തരവാദിത്വമില്ലാത്തവരുമായി ചിത്രീകരിക്കുന്നു. അതാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലിപ്പ് കേട്ടാലും മതി. ഈ ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായിട്ട് എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. സർക്കാർ ഫണ്ട് ആർക്കാണെങ്കിലും സിനിമ എടുക്കുന്നതിന് സൗജന്യമായി നൽകുമ്പോൾ ചില നിയന്ത്രണങ്ങൾ വേണം. അദ്ദേഹം ഒന്ന് പറയുന്നത് ആ സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണമെന്നാണ്. രണ്ടാമത് പറയുന്നത് ഇത്രയും പണം വേണ്ടെന്നാ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. 50 ലക്ഷം രൂപ കൊണ്ട് ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഇത് രണ്ടും, ഈ പരിശീലനത്തെ കുറിച്ച് പറയുന്നതും 1.5 കോടി രൂപ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞതും, അത് പട്ടിക വിഭാഗക്കാരോ സ്ത്രീകളോ ആയതുകൊണ്ടല്ല. ആരായാലും സർക്കാർ ഫണ്ടിൽ നിന്ന്, നികുതി പണത്തിൽ നിന്ന് ഇത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ വേണമെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ ഒരു ദളിത് വിരുദ്ധനായിട്ട് അല്ലെങ്കിൽ ജാതിവാദിയായിട്ട് ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു? അതിനൊരു സിമ്പിൾ കാരണമേ ഉള്ളൂ. അതൊരു ദീർഘകാല കാരണം കൂടിയാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ ഇടതുപക്ഷ പ്രചാരണത്തിന് വേണ്ടി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സിനിമകൾ എടുത്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ കുറ്റം. അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയം ചിത്രീകരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ടുമുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ മികച്ച സാഹിത്യകാരന്മാരും കലാകാരന്മാരും എഴുത്തുകാരും ചലച്ചിത്ര സംവിധായകരും ഒക്കെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരായിരിക്കണം. എങ്കിലേ അവർ മികച്ചവരാവും. എങ്കിലേ അവരുടെ സൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടിയായാലും മറ്റു കലാസൃഷ്ടികളായാലും ചലച്ചിത്രമായാലും മികച്ചതാവും. അതാണ് കുറേ കാലമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ്. ആ നെറേറ്റീവിനുള്ളിൽ നിൽക്കാത്ത ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആ ഇടതുപക്ഷ കള്ളിക്കുള്ളിൽ അദ്ദേഹം ഒതുങ്ങി നിൽക്കണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ഇടതെന്നോ വലതെന്നോ ഉള്ള യാതൊരു വ്യത്യാസം കൂടാതെ ഒരു രാഷ്ട്രീയക്കാരനെയും ചാരി നിന്നിട്ടല്ല അടൂർ ഗോപാലകൃഷ്ണൻ ലോകം അംഗീകരിക്കുന്ന ഒരു ചലച്ചിത്രകാരനായിട്ട് മാറിയത്. ഇവിടെയുള്ളവർ എന്ത് പറഞ്ഞാലും, അസൂയക്കാർ ധാരാളം ഉണ്ടല്ലോ, അടൂർ വിരോധികളുണ്ട്, പല കാരണങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാരണം ഉൾപ്പെടെ അവരെന്ത് പറഞ്ഞാലും അദ്ദേഹം ലോകം ആദരിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ്. ഇന്ത്യയുടെ പതാക ലോകസമക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലാകാരനാണ്. വിവാദം അങ്ങനെ കൊഴുക്കുകയാണ്. ഇനി അടൂർ ഗോപാലകൃഷ്ണനെ എല്ലാവരും കൂടി എന്തു ചെയ്യും എന്നറിഞ്ഞുകൂടാ. തൂക്കിലിട്ടോളാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തൂക്കിലിടുമോ വെറുതെ വിടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.